നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഞാൻ ശ്രീ. നമുക്കൊക്കെ ഗിഫ്റ്റ് കിട്ടുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ? നമുക്ക് ഗിഫ്റ്റ് കിട്ടാറുണ്ട്, നമ്മൾ ഗിഫ്റ്റ് കൊടുക്കാറുണ്ട്. അതെ, ഇനി ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് റാപ്പ് ചെയ്തിട്ട് കൊടുത്താലോ? അതെങ്ങനെയാണ് ചെയ്യാന്നുള്ള വീഡിയോ ആണിതേ. ഒന്ന് കണ്ടു നോക്കൂ. അതിനുവേണ്ടി ഞാനിവിടെ ചാർട്ട് പേപ്പറാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കൊടുക്കുന്ന ഗിഫ്റ്റിൻ്റെ അനുസരിച്ച് നമുക്ക് ഇത് വലിയതായിട്ടും ചെറുതായിട്ടും ഒക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ A4 ഷീറ്റ് വെച്ചിട്ട് വേണമെങ്കിലും നമുക്കിത് ചെയ്യാം കേട്ടോ. ഞാനിവിടെ ഒരു ചാർട്ട് പേപ്പറിൻ്റെ പകുതിയാണ് എടുക്കുന്നത്. ഒരു ഹാഫ് പീസ് ഓഫ് ചാർട്ട് പേപ്പർ എടുത്തിട്ടാണ് ഞാൻ ഇന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അളവുകളൊന്നും പറയുന്നില്ല, കാരണം നമ്മളെ കയ്യിലുള്ള ഗിഫ്റ്റിനനുസരിച്ചിട്ട് നമുക്ക് പല വലുപ്പത്തിൽ പേപ്പർ എടുത്തിട്ട് ചെയ്യാൻ പറ്റും. A4 ഷീറ്റ് വെച്ചിട്ടും ചെയ്യാൻ പറ്റും. അതായത് കുഞ്ഞ് ഗിഫ്റ്റൊക്കെ ആണെങ്കിൽ നമുക്കൊരു A4 ഷീറ്റ് തന്നെ ധാരാളമാണ്. A4 ഷീറ്റ് വെച്ചിട്ടും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ വലിയ പൊതികളൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് ഈ ചാർട്ട് പേപ്പറൊക്കെ പോലത്തെ കുറച്ച് കട്ടിയുള്ള പേപ്പർ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അത് ഷേപ്പ് പോവാതെ നമുക്ക് കിട്ടും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അതിൻ്റെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു സൈഡ് നമ്മൾ മടക്കി കൊടുക്കണം. ഒരു 4 ഇഞ്ച് വെച്ചിട്ട് നമ്മളതൊന്ന് മടക്കി കൊടുക്കുക. A4 ഷീറ്റ് ആണെങ്കിലും ഇത്ര അധികം ഒന്നും വേണ്ടി വരില്ല കേട്ടോ. അതിൻ്റെ ഒരു സൈഡ് ഒന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് മറ്റേ ഭാഗമായിട്ട് നന്നായിട്ട് ഒട്ടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ സൈഡ് മടക്കി കൊടുക്കുന്നത്. ഗം തേച്ചിട്ട് നന്നായിട്ട് ഒട്ടിക്കണം. അവിടെ നന്നായിട്ട് ഒട്ടിയിട്ടില്ലെങ്കിൽ അത് നമ്മളിത് ബോക്സ് ശരിയാക്കുമ്പോൾ അതിങ്ങനെ ഓപ്പണായി പോകാൻ സാധ്യതയുണ്ട്. ഇനി ഇതിനെ ഒന്നുകൂടെ മടക്കണം. അപ്പോൾ നമുക്കിങ്ങനെ 4 ആയിട്ടുള്ള പോലെ മടക്കി എടുക്കണം. നമുക്ക് 4 ഇതായിട്ട് കിട്ടും. 1 2 3 4 അങ്ങനെ 4 ഇതായിട്ട് കിട്ടിയില്ലേ? ഇനി ഞാനിതിൻ്റെ സെൻറ്റർ ഒന്ന് നോക്കുകയാണ്. അപ്പോൾ നമുക്കതിൻ്റെ കറക്റ്റ് സെൻറ്റർ തന്നെ എടുക്കുക. എന്നിട്ട് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് ഈ സെൻറ്ററിലേക്ക് കണക്കാക്കി വെച്ചിട്ട് നമ്മൾ മടക്കി കൊടുക്കുക. ചാർട്ട് പേപ്പർ ആകുമ്പോൾ കുറച്ച് കട്ടുള്ളത് കൊണ്ട് നമുക്ക് ആ മടക്ക് കറക്റ്റാക്കി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. എന്നാലും ചുളിവൊന്നും വരാതെ നന്നായിട്ട് മടക്കിയെടുക്കുക. നമ്മൾ ഈ ചാർട്ട് പേപ്പർ 4 ആക്കി മടക്കിയതിന് ശേഷമാണ് നമ്മൾ ഈ സെൻറ്റർ വെച്ചിട്ട് നമ്മളൊന്ന് മടക്കി കൊടുക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ സൈഡും നമ്മൾ ആ സെൻറ്ററിൽ നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ല, അത് കണക്കാക്കി പിടിച്ചിട്ട് അതും മടക്കി കൊടുക്കുക. 2 ഭാഗത്തും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മളങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ കറക്റ്റാക്കിയിട്ട് മടക്കിയിട്ടുണ്ട്. അപ്പം ചാർട്ട് പേപ്പറൊക്കെ ആകുമ്പം ശരിക്കും മടക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവില്ല 2 ഭാഗത്തും. അപ്പോൾ ഞാനിതൊന്ന് തിരിച്ച് പിടിച്ചിട്ട് ഒരു സ്കെയിൽ വെച്ചിട്ട് ഒന്നുകൂടി ഒന്ന് മടക്കിയെടുക്കുകയാണ്. ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ബോക്സ് കയ്യിൽ കിട്ടുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല സന്തോഷം ഉണ്ടാവും കേട്ടോ. അപ്പോൾ നല്ല കളർഫുൾ പേപ്പറും കൂടെ ആണെങ്കിൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ കയ്യിലൊരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ഒരു ചാർട്ട് പേപ്പറായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് സിമ്പിളായിട്ടൊന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള പേപ്പേഴ്സും അതിൻ്റെ മേലെ നമ്മൾ എന്തെങ്കിലും സ്റ്റിക്കേഴ്സൊക്കെ ഒട്ടിക്കുകയൊക്കെ ചെയ്താലൊക്കെ നല്ല ഭംഗിയുണ്ടാവും. ഞാൻ ഈ വീഡിയോ രാത്രിയാണ് എടുത്തത് കേട്ടോ, അതുകൊണ്ടാണ് ക്ലിയർ കുറച്ച് കുറവുള്ളത്. അപ്പം നമ്മൾ ആ മടക്കിയതിൻ്റെ 2 സൈഡിലും കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഒരു നമ്മൾ എടുക്കുന്ന ഇതിനനുസരിച്ച് ഞാൻ ഈ ചാർട്ട് പേപ്പർ എടുത്ത് കുറച്ചൊരു വലിപ്പമുള്ളത് കൊണ്ട് ഞാനൊരു 4 ഇഞ്ച് വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത്. അപ്പം A4 ഷീറ്റൊക്കെ ആണെങ്കിൽ ഒരു ചെറുതായിട്ട് മാത്രം കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഈ കട്ട് ചെയ്യുന്ന ഭാഗം കുറച്ച് വലുതായി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതേപോലെ ഒന്ന് അളവെടുത്തിട്ട് ജസ്റ്റ് ഒരു 4 ഇഞ്ച് വെച്ചിട്ട് കട്ട് ചെയ്താൽ മതി. ഒന്ന് ചെരിച്ചിട്ട് വരച്ചു കൊടുക്കണം. കറക്റ്റാക്കി 2 ഭാഗം ഒരേപോലെ നമ്മൾ വരച്ചു കൊടുക്കുക. നമുക്ക് കട്ട് ചെയ്യാനുള്ളതാണ്, അപ്പോൾ അത് കറക്റ്റാക്കിയിട്ട് തന്നെ വരച്ചു കൊടുക്കുക. ആ ഭാഗം വെട്ടുന്നത് സൂക്ഷിച്ച് തന്നെ വേണം, കാരണം അത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. അവിടെ ഒരു വലിയ ഹോളായിട്ട് വരും. അപ്പോൾ ഇതാ കണ്ടോ, നമ്മൾ ഈ ഒട്ടിച്ചിട്ടുള്ള ഭാഗം നന്നായിട്ട് ഒട്ടിയിരിക്കണം കേട്ടോ. ഇല്ലെങ്കിൽ അതിന് ശേഷമേ നമ്മളിത് കട്ട് ചെയ്യാനൊക്കെ
നോക്കാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ കട്ട് ചെയ്ത് കഴിയുമ്പോൾ ആ ഭാഗം ഇങ്ങോട്ട് ഓപ്പണായിട്ട് വരും. ഇനി നമുക്ക് ഈ അടയാളപ്പെടുത്തിയിട്ടുള്ള ഭാഗം കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് കുഞ്ഞു ടോയ്സൊക്കെ ആണെങ്കിൽ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് പാക്കറ്റ് ആക്കിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും, ഭയങ്കര എക്സൈറ്റ്മെൻറ്റും ആയിരിക്കും. ഇതിൻ്റെ പൊതി കാണാനും നല്ല ഭംഗി, അതിൻ്റെ ഉള്ളിൽ എന്താണെന്നുള്ളതും ഒക്കെ. ഇതേപോലെ 4 ഭാഗത്തും നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കണം. ആ മടക്കിയ ഭാഗത്ത് നമ്മൾ വരച്ചിട്ടുണ്ട്, ആ വരച്ച അതിൽ കൂടെ തന്നെ കറക്റ്റാക്കി കട്ട് ചെയ്ത് കൊടുക്കുക. കണ്ടോ, ഇങ്ങനെ വരും നമ്മൾ കട്ട് ചെയ്യുമ്പോൾ. എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങളിത് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ. ഇപ്പം നമുക്കൊരു മിഠായിയുടെ കവറ് പോലെ ആയി കിട്ടി. ഇനി നമുക്കിതിൻ്റെ സൈഡിൽ നമുക്കൊരു സിക്സാക്ക് പോലെ ആക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അത് കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ജസ്റ്റ് ഒരു സിക്സാക്ക് പോലെ ഞാൻ സ്കെയിൽ വെച്ചിട്ടൊന്ന് കറക്റ്റാക്കി വരച്ചെടുക്കുകയാണ്. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്തിട്ട് ആ ഭാഗത്ത് നമുക്ക് വേറൊരു കളർ വേണമെങ്കിൽ സ്കെച്ച് പെൻ വെച്ചിട്ട് വേറൊരു കളർ കൊടുക്കുകയോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഐഡിയയ്ക്ക് അനുസരിച്ച് നമുക്കതിനെ എത്രത്തോളം ഭംഗിയാക്കാൻ പറ്റുമോ അത്രത്തോളം ഭംഗിയാക്കിയെടുക്കാം. കണ്ടോ, ഇതേപോലെ ഉണ്ടാവും സിക്സാക്ക് പോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ. ഇപ്പം നമ്മുടെ ഗിഫ്റ്റ് ബോക്സ് ഇങ്ങനെയാണ് ഉള്ളത്. ഇനി നമ്മൾ ഈ 2 ഭാഗവും നമ്മളൊരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കും. അപ്പം ഒരു സൈഡ് നമ്മളിങ്ങനെ കറക്റ്റാക്കിയിട്ട് പിടിക്കുക. അതിന് ശേഷം നമ്മളൊരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇതായിട്ട് കിട്ടും. എന്നിട്ട് ആ കട്ട് ചെയ്ത ഭാഗം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് റിബൺ വെച്ച് നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. ഒരുപാട് മുറുക്കി കെട്ടുകയും ചെയ്യരുത് കേട്ടോ. ടൈറ്റാക്കി കെട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ആ ഷേപ്പ് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മൾ ഏകദേശം ഒക്കെ ഒരു ഇത് സൈഡൊക്കെ കറക്റ്റാക്കി വെച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് കെട്ടിക്കൊടുക്കുക. കണ്ടോ, ഒരു ഭാഗം ഞാൻ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗിഫ്റ്റ് വെക്കണ്ടേ. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ഗിഫ്റ്റ് വെക്കാം. ഞാനിതാ ഒരു പൊതിയാക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇത് നമുക്കൊരു ബോക്സിലോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് വെക്കാം കേട്ടോ. ഞാനിപ്പോൾ പെട്ടെന്നൊരു കവറിൽ ഒരു ഗിഫ്റ്റ് ആക്കിയിട്ടാണ് വെച്ച് കാണിക്കുന്നത്. എന്നിട്ട് അതേപോലെ തന്നെ മറ്റേ സൈഡും നന്നായിട്ട് ആ സൈഡുകളൊക്കെ കൂട്ടിപ്പിടിച്ച് കവർ ചെയ്ത് ഒരു റിബൺ വെച്ചിട്ട് കെട്ടിക്കൊടുക്കുക. അപ്പോൾ ശരിക്കും നമുക്കൊരു മിഠായി പോലെ ആയി കിട്ടി നമ്മുടെ ഗിഫ്റ്റ് ബോക്സ്. ഇതൊരു ലൈറ്റ് കളറായിട്ടാണ്, ഒരു റെഡ് കളറോ ഒരു യെല്ലോ കളറൊക്കെയാണ്, നല്ല ബ്രൈറ്റ് കളേഴ്സൊക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. പെട്ടെന്ന് അവരുടെ കണ്ണിൽ പിടിക്കുന്ന കളറുകളാണല്ലോ അതൊക്കെ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ എന്തെങ്കിലും ഡെക്കറേറ്റ് ചെയ്യണമെങ്കിലോ സ്റ്റിക്കേഴ്സ് ഒട്ടിക്കണമെങ്കിലോ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെയ്യാം. ഞാനിതിൽ ജസ്റ്റ് ഒന്ന് സ്കെച്ച് പെൻ വെച്ചിട്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നമുക്ക് ചോക്ലേറ്റിൻ്റെ കടലാസുകൾ തന്നെ നമുക്ക് പല ഷേപ്പിൽ കട്ട് ചെയ്തിട്ടൊക്കെ ഇതിൻ്റെ മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം നല്ല ഭംഗിയുള്ളൊരു ഗിഫ്റ്റ് ബോക്സ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള പേപ്പർ വെച്ചിട്ട് അധികം ചിലവൊന്നുമില്ല. ഇപ്പോൾ കുട്ടിയൊക്കെ ആണെങ്കിലും നമ്മൾ വീട്ടിൽ കുട്ടികൾക്കൊക്കെ ബർത്ത്ഡേക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒരു ഗിഫ്റ്റൊക്കെ ആക്കിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും.
എല്ലാവർക്കും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് റാപ്പിംഗ് ആണ്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു സമ്മാനം കൊടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്ന് പൊതിഞ്ഞിട്ട് കൊടുത്തു നോക്കൂ, അവർക്കും സന്തോഷമാവും. ഏതായാലും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. എന്തായാലും പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. താങ്ക്